അങ്ങനെ യോഗ ഇതിൻ്റെ ഭാഗമായ കാരണം കേന്ദ്രത്തിന് അറിയപ്പെടുന്നത് തന്നെ നല്ലൊരു വലിയ യോഗ സെൻറ്റർ എന്നുള്ളത് മാതിരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ യോഗ പലതരത്തിലുള്ള വ്യാപാര മുഖങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് പോകുമ്പോൾ ശരിക്കും അർത്ഥവത്തായ പതഞ്ജലി പറഞ്ഞു തന്നിരിക്കുന്ന മാതിരി തന്നെയുള്ള യോഗ പദ്ധതിയിൽ കൂടിയാണ് കേന്ദ്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ യോഗ പരിപാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ വിവേകാനന്ദ സ്വാമികളുടെ ജന്മതിഥി പ്രകാരമുള്ള 164-ാം ജന്മദിനമായിരുന്നു. നാളെ ഇംഗ്ലീഷ് ഡേറ്റ് പ്രകാരമുള്ള ജന്മദിനമാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇന്ന് നമ്മൾ വിവേകാനന്ദ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ യോഗ സ്വാമിജിക്ക് സമർപ്പിക്കുകയാണ്. വിവേകാനന്ദ സ്വാമികളാണ് രാജയോഗത്തിൻ്റെ മഹിമയെ ലോകത്തിന് മുമ്പ് എടുത്തു കാട്ടിയത്. അതിനു മുമ്പ് വരെ യോഗ എന്ന് പറയുന്നത് എന്തോ ഒരു മാജിക് ആണ്. ഭാരതത്തിലെ ആൾക്കാർ കൊണ്ടു നടക്കുന്ന എന്തോ ഒരു തരം മാജിക് ഷോ ആണ് അത്. കയറുമേക്കൂടെ കയറില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണകളെല്ലാം നിറഞ്ഞു സമയത്താണ് രാജയോഗത്തിൻ്റെ മനുഷ്യനെ അവനിലുള്ള ദിവ്യത്വത്തെ ആവിഷ്കരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയായിട്ട് വിവേകാനന്ദ സ്വാമി ലോകത്തിൻ്റെ മുമ്പിൽ എടുത്തു കാണിച്ചത്. അതിനുശേഷമാണ് പതുക്കെ യോഗ കൂടുതൽ പ്രചാരത്തിലേക്ക് വന്നത്. രാജയോഗ അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയുണ്ട്. വളരെ മഹത്തായിരിക്കുന്ന ഒരു ചെറിയതാണെങ്കിലും മഹത്തായിരിക്കുന്ന ഒരു പുസ്തകമാണ് രാജയോഗ. അപ്പോൾ യോഗ നിങ്ങൾ പലരും ആദ്യമായിട്ട് ഇൻട്രഡക്ഷനൊക്കെ കേട്ടത് കാരണം പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. പിന്നെ സ്വാമിജി ഇവിടെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം യോഗ ഒരു വികാസമാണ്. ഒരു വികാസം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ബലൂണെ നമ്മൾ വീർപ്പിച്ച് വലുതാക്കി ബലൂണാക്കുന്ന മാതിരിയല്ല. നമ്മുടെ മനസ്സിൽ തെറ്റിക്കിടക്കുന്നതായിട്ടുള്ള പല ധാരണകളെയും എടുത്തു മാറ്റി ആ മനസ്സിനെ കൊണ്ട് നമ്മുടെ ശരീരം, മനസ്സ്, വാക്ക് എല്ലാത്തിനെയും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ശരിക്കും യോഗത്തിൻ്റെ അന്തിമ ലക്ഷ്യം. ശരീരത്തിൻ്റെ സ്വാധീനമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും പുറപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശാരീരിക തലത്തിൽ യോഗയ്ക്ക് ഇത്രയും പ്രാധാന്യം കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ പലർക്കും പല അസുഖങ്ങളുണ്ടാകും, പല വിഷമങ്ങളുണ്ടാകും. അതിനെയെല്ലാം ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് യോഗയ്ക്ക് സഹായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് ആയാലും മറ്റു പലതരത്തിലുള്ള വിഷമങ്ങളായാലും. അതിലുമുപരിയായി മാനസിക തലത്തിൽ നമുക്കുണ്ടാകുന്ന പല വിഷമങ്ങളെയും എന്തുകൊണ്ടാണ് ഈ മാനസിക തലത്തിലുള്ള വിഷമം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഞാനും സ്വാമിജിയൊക്കെ പറയും നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് കാരണമാണ്. അനാവശ്യമായ മമതാബന്ധങ്ങളുള്ള കാരണമാണ് നമുക്ക് പലതരത്തിലും വികസിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ വികസിക്കുക എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പലതരത്തിലും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാൻ, ഒരു സമുദ്രത്തിലെ ഓരോ തുള്ളിക്കും അറിയാം ഞാൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ് എന്ന്, അല്ലേ? അതിൽ നിന്നാണ് ആ ആനന്ദം കിട്ടുന്നത്. അലകൾ വരുന്നു, അങ്ങനെ നുരകൾ വരുന്നു, അല്ലേ? സമുദ്രത്തിലെ ഓരോ തുള്ളിക്കും ഞാൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ് എന്നറിയാം. പക്ഷെ നമുക്ക് അതറിയില്ല. നമ്മളിലുള്ള ഓരോ ജീവനും ആ പരമാത്മാവിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ആ ഒരു അറിവിലേക്ക് നമുക്ക് എത്തണം. ശ്രീരാമകൃഷ്ണദേവൻ്റെ വാക്കുകളിൽ ഉപ്പുപാവ വെള്ളത്തിലേക്ക് കിടക്കുകയാണ്, വെള്ളത്തിനെ അളക്കാൻ പോവുകയാണ് ഉപ്പുപാവ എന്തായി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴും അതിൽ അലിഞ്ഞ് ഇങ്ങനെ പോയി. അതേമാതിരി നമുക്ക് ഈ പ്രപഞ്ചശക്തിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ എത്രമാത്രം ആനന്ദമായിരിക്കും അത്. ഒരു തരത്തിലുള്ള ദുഃഖത്തിനും അവിടെ സ്ഥാനമില്ല. പലരും എന്നോട് ചോദിക്കും ദീദിക്ക് സുഖമാണോ? ഞാൻ പറയും ദുഃഖമേ അറിഞ്ഞിട്ടില്ല. ദുഃഖമില്ല. ദുഃഖമാസത്തിൽ നമ്മൾ വിളിച്ചു വരുത്തി ക്ഷണിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ഭാഗമേ അല്ല ദുഃഖം. ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും ഈ ലോകത്തിലില്ല. എപ്പോൾ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പലതരത്തിലും ഉപനിഷത്തുക്കൾ ഈ വികാസത്തിനെ പറ്റി പറയുന്നുണ്ട്. അടുത്ത കാലത്ത് പ്രത്യേകിച്ച് എൻ്റെ ശ്രദ്ധയിൽ ഒരു വികാസം എങ്ങനെയാണെന്നുള്ളത് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഋഷിഭാവനയാണ്. വൈശ്വാനര വിദ്യ എന്ന് പറഞ്ഞ് ചാന്തോക്യോപനിഷത്തിൽ വരുന്നതാണ്.
അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ നമ്മൾ പലരും ഇവിടെ നമ്മുടെ സ്കൂളിലത്തെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്നതിന് അവസരമില്ല. അതിൽ നമുക്ക് ചെയ്യാനുള്ള ശക്തി, തിങ്ക് ചെയ്യാനുള്ള ശക്തി, സംസാരിക്കാനുള്ള ശക്തി, ഓർമ്മ എല്ലാം തരുന്നത് എവിടുന്നാണ്? അതിനെപ്പറ്റി നമുക്ക് കുറച്ചൊരു അവബോധമുണ്ടായാൽ അഹംഭാവം തീരെ നമുക്ക് വരില്ല. അപ്പം അതിന് ഒരു നല്ലൊരു ഉദാഹരണം, പലപ്പോഴും നമ്മൾ പൂജ ചെയ്യുമ്പോഴും വേദിക്കുമ്പോഴൊക്കെ പ്രാണായ സ്വാഹ എന്ന് പറയും. ഇന്നലെ ഞാൻ ജയലക്ഷ്മിയുമായിട്ട് അത് പങ്കുവെക്കുകയായിരുന്നു ആ അറിവ്. പ്രാണായ സ്വഹ എന്ന് പറയും, എന്നിട്ടാണ് ഒരു ഉരുളെടുത്തിട്ട് കഴിക്കുക എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രക്രിയ എന്താണെന്നറിയോ? വിശപ്പുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ സംസ്കാരങ്ങളൊക്കെ നിലനിന്ന് വരുന്നത്. വിശപ്പുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അതിന് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കും, അതിന് സ്വാദ് പോരാൻ നോക്കും, അതിന് സ്വാദിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാം. അങ്ങനെ വിശപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ഇതുണ്ട്. അത് എവിടുന്നാണ് വരുന്നത്? നമ്മളിലുള്ള ആ വിശപ്പ് എവിടുന്നാണ് വരണേ? ആരാ അവിടെ കൊണ്ടുവയ്ക്കുന്നത്? അല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ ശരി. അപ്പോൾ നമ്മൾ ആ വിശപ്പിനെ അടക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പ്രാണായ സ്വാഹ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളിലുള്ള ആ പ്രാണൻ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുത്തേ. അപ്പോൾ അങ്ങനെ പ്രാണൻ തൃപ്തിപ്പെടുന്ന സമയത്ത്, നമ്മുടെ വിശപ്പങ്ങട് മാറുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആനന്ദം വരിക എവിടെയാണ് ആദ്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിന് സന്തോഷം വരിക, ഭക്ഷണം കഴിച്ചിട്ടുള്ള ആനന്ദമാവട്ടെ, ദാഹം തീർക്കുമ്പോഴുള്ള ആനന്ദമാവട്ടെ, അതൊക്കെ ആദ്യം വരിക നമ്മുടെ കണ്ണിലാണ്. ഹായ്, ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു സുഖം അല്ലേ? കണ്ണങ്ങട് തെളിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ. ആ കണ്ണിലുള്ള ആ തെളിമ വരുന്നത് നമ്മളിലുള്ള ആ പ്രാണൻ അത് ആ ഭക്ഷണം കിട്ടിയപ്പോൾ സന്തോഷിച്ച കാരണം. ആ സന്തോഷം പ്രകടമാകുന്നത് കണ്ണിൽ കൂടിയാണ്. ആ കണ്ണിൻ്റെ ദേവത സൂര്യനാണ്. അപ്പോൾ ഉടനെ ഈ സന്തോഷം സൂര്യനിലേക്ക് പോകുന്നു. അപ്പോൾ സൂര്യൻ അതെടുത്തിട്ട് എന്ത് ചെയ്യും? സൂര്യൻ കയ്യിൽ വെക്കില്ല ഒന്നും. സൂര്യൻ അതിനെ പ്രപഞ്ചം മുഴുവനുമായിട്ട് പങ്കുവെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയും സർവ്വതും ഈ നമ്മളുടെ ഉള്ളിലുണ്ടായ ഈ ആനന്ദം അവരൊക്കെ ഭഗവാൻ പങ്കുവെക്കുകയാണ്. അങ്ങനെ അത് വികസിച്ച് എല്ലാവരിലേക്കും ചെന്നായിട്ട് ആ പ്രകൃതി മുഴുവനും നമ്മൾക്ക് അനുഗ്രഹം നൽകുകയാണ്. ഹായ്, ഇന്ന് ഒരു പ്രത്യേക സന്തോഷം, ഇവിടെ ഒരു സദ്യ നടക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാർപ്പണം എന്നും കൂടി ഒന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനും ഓടയ്ക്ക് അർപ്പിക്കലായി. അപ്പോൾ അത് സൂര്യഭഗവാൻ എടുത്തിട്ട് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രപഞ്ചം മുഴുവനും പ്രകൃതി പ്രത്യേകിച്ചും നമ്മളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ മനസ്സിലായോ ഒരാൾക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുന്നതിന് എന്തുകൊണ്ടാണ് അന്നദാനത്തിന് ഇത്രയും പ്രാധാന്യം എന്ന്? അന്നദാനത്തിൽ കൂടിയാണ് മനസ്സ് സന്തോഷിക്കുന്നത്. ആ സന്തോഷത്തിനെയാണ് സൂര്യഭഗവാൻ അവിടുന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആൻഡ് അവരുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അത്യത്ഭുതങ്ങളായിട്ടുള്ള ഭാവനകളാണ് നമ്മുടെ ഉപനിഷത്തുക്കളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത്. സ്വാമിജിയുടെ മുമ്പിൽ എൻ്റെ അറിവില്ലായ്മ പ്രകടിപ്പിക്കുകയാണ്, അറിയില്ല. ഏതായാലും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഓർമ്മിക്കൂ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബ്രഹ്മാർപ്പണം എന്ന് പറയാനായിട്ട് പഠിക്കുക. എത്ര ചെറിയൊരു കാര്യമാണ്, പക്ഷേ വലിയൊരു ഫലം തരും അത്. അതേമാതിരി ഇത് ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളിങ്ങനെ ആ പരമാത്മാവിന് വേണ്ടി സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തരംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ തരംഗങ്ങൾ അത് മുഴുവനും പ്രകൃതിയിലേക്ക് ലയിച്ച് ആ പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ആശ്രമങ്ങളിലൊക്കെ വൃക്ഷങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഒരുപാട് ഇങ്ങനെ വളരും. നമ്മൾ ഞങ്ങളുടെ തെങ്ങുകൾക്കൊന്നും ഒരു ഇതും ചെയ്യുന്നില്ല, വെള്ളം ഒഴിക്കുന്ന പോലും ഇല്ല, ഒരു വളമിടലില്ല. പക്ഷെ അവർക്കൊക്കെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും നാമം ജപം ബ്രഹ്മാർപ്പണമൊക്കെ നടക്കുന്ന കാരണം അവർക്ക് വേണ്ടതൊക്കെ സൂര്യഭഗവാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നിപ്പോൾ സന്തോഷമില്ലാതെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും തനിക്ക് വേണ്ടി ജീവിക്കുക.
എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. കുറച്ച് ഞാൻ എന്നുള്ളതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മുക്തമാക്കിയിട്ട് എല്ലാവർക്കും വേണ്ടി നമ്മളൊന്ന് ചെയ്യാനായിട്ട് പഠിച്ചു നോക്കൂ. ഇവിടുന്ന് നിന്നില്ലാതെ സന്തോഷവും നന്മയും നമ്മിലേക്ക് വരും. അപ്പോൾ ഈ ഒരു അവയർനെസ്സിലേക്ക് കൊണ്ടുവരാനുള്ള തുടക്കമാണ് നമ്മളുടെ യോഗ വിധികളിൽ കൂടി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യുന്നു. അവിടുന്ന് അങ്ങനെ അതിലും ഉപരിയായ എന്തോ ഒന്നിലേക്ക് പതുക്കെ പതുക്കെ നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകുന്നു. എന്തൊരു മനോഹരമായിരിക്കുന്ന, എന്തൊരു ഭവ്യമായിരിക്കുന്ന, എന്തൊരു പ്രാപഞ്ചിക തലത്തിൽ ഏതോ ഒരു കുട്ടിക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഹിന്ദുവിനോ അങ്ങനെയല്ല, ഏതൊരു ജീവനും തൻ്റെ ഉള്ളിലുള്ള ജീവനെ ആ പരമാത്മ സ്വരൂപമായിട്ട് ബന്ധിക്കാനുള്ള ഒരു പടിയായിട്ട് നമ്മൾ യോഗത്തിനെ മനസ്സിലാക്കണം. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ കൊടുങ്ങല്ലൂരിൽ വന്നിട്ടുള്ള ഈ 30 വർഷത്തിനുള്ളിൽ ആയിരം പേർക്ക് നമ്മൾ ഈ യോഗ പരിചയം, യോഗ അറിവെന്ന് പറയാൻ പാടില്ല, യോഗ പരിചയം കൊടുത്തിട്ടുണ്ട്. സ്കൂളുകളിലേക്കൂടെ നമ്മൾ ടീച്ചേഴ്സാണ് അവിടെ ഇരിക്കുന്നത്, സ്കൂളിലെ കുട്ടികൾക്ക് പോകുന്നു. ഇപ്പം പിന്നെ പുതിയ ഇത് പ്രകാരം പഞ്ചായത്തിലും മറ്റോടത്തും എല്ലായിടത്തും യോഗ നടക്കുന്ന കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് യോഗ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തരും വാസ്തവത്തിൽ ആ യോഗ എന്നുള്ളതിൻ്റെ ഉൾക്കരുത്തുകൂടി ഈ വെറും എക്സസൈസിൽ നിന്നും ഉപരിയായിട്ട് ആ ഉൾക്കരുത്തുകൂടി ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതമെല്ലാം വളരെ അധികം ഭവ്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ യോഗ നിങ്ങളുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, സമർപ്പണഭാവം എല്ലാം ആർക്കാണ് സമർപ്പിക്കുക? ഏതൊരു ഗുരുനാഥനാണോ എനിക്ക് വഴികാട്ടിയായിട്ട് എന്നെ ഇതുവരെ കൊണ്ട് എത്തിച്ചത്, ഗുരുദേവൻ്റെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.